ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് പുതിയൊരു ഡ്രാമ തുടങ്ങാൻ പോവാണ്. എല്ലാവരും എപ്പോഴും കമന്റും ചെയ്തും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, ചേച്ചി താണ്ടായിപ്പം ചെയ്യുമെന്ന്. എന്റെയും ഫേവറേറ്റ് നിങ്ങളുടെയും ഫേവറേറ്റ് ആണെങ്കിൽ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്, നമുക്ക് നോക്കാന്നേ എങ്ങനെയുണ്ടെന്ന്. അതല്ല എന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞാടി, നീ താണ്ടായിപ്പം ഒന്ന് ചെയ്യുമോ, നീ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്. അത് കേട്ടപ്പോ ഞാൻ ഓർത്ത് ഓക്കെ ശരി എന്നാ താമസിക്കേണ്ട, നമുക്കൊന്ന് ചെയ്തേക്കാന്ന്. നിങ്ങൾ ഹാപ്പി ആയല്ലേ, നമ്മുടെ ഫേവറേറ്റ് ഡ്രാമയല്ലേ, എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. കാണാത്ത പുതിയ പിള്ളേരുണ്ടെങ്കിലോ അഥവാ ആരെങ്കിലും നേരെ നമ്മുടെ ചാനലിലോട്ട് വരല്ലേ. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന്. അങ്ങനെ കമന്റ് ഒക്കെ നോക്കിയപ്പോ ഒരു കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവര് ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനിടയ്ക്ക് സംഘമായിട്ട് എന്നെ വികാര ജീവി എന്ന് പറയാറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോഴും എനിക്ക് സത്യമായിട്ട് സന്തോഷമായുള്ളൂ. നിങ്ങൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ ആ ഒരു ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡിലോട്ട് പോയാലോ. എപ്പിസോഡ് 1 എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. ഒരു സുന്ദരക്കുട്ടപ്പനായ ഒരു ക്യൂട്ട് ഇറക്കം നിന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇവന്റെ പേര് ടൈപ്പ്. ചെറുക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ട ഒടുക്കത്തെ ക്യൂട്ടാണെങ്കിലും ഭയങ്കര ദേശീയക്കാരനാണ്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവന് ഗേ എന്ന് പറഞ്ഞാലേ കലിയാണ്. ഗേ എന്ന് പറയുമ്പോ തന്നെ കലിയുള്ളവൻ ഇനി ഫ്യൂച്ചർ ഗേ ആയി ഇവൻ കപ്പിളായി അവരുടെ റൊമാൻസ് കണ്ട് ബെഡ്റൂം സീനൊക്കെ കണ്ടിട്ട് ഏത് കാലത്ത് ഹാപ്പി ആകാനാ ചേച്ചി. ഇത് ഈ അടുത്തെങ്ങാനും നടപടി കേസ് ഉണ്ടോന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. എനിക്കറിയാം BL ഫാൻസ് അല്ലേ, അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട, ഇതിന്റെ ഡയറക്ടർ വളരെ നല്ലവനാണ്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മുടെ ചെറുക്കനെ കാണിക്കുമ്പോൾ തന്നെ ചെറിയൊരു വോയിസ് ഓവർ ഉണ്ട്. എന്റെ പേര് ടൈപ്പ്. ഞാനാണെങ്കിൽ കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിലെ ഫുട്ബോൾ ടീമിൽ ചേരുകയും ചെയ്ത്. എന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു റൂംമേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ കാണിക്കുന്നത് ഒരു സുന്ദര കുട്ടപ്പനെയാണ്. ഫേസ് ഒന്നും കാണിക്കത്തില്ല, ഡ്രസ്സൊക്കെ ഇടുന്നതാണ്. മൊത്തത്തിൽ കണ്ടിട്ട് തന്നെ ചെറുക്കൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഏകദേശം ടൈപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെറുക്കൻ വന്ന് ലോക്കർ റൂമിൽ വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടോട്ട് അവന്റെ ഫ്രണ്ട് ഉണ്ട് ടെക്നോ. ഓടി വരും. ഓടി വന്ന് അണച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മടിച്ചു പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ കൂടെയുള്ള റൂംമേറ്റ് ഇല്ലേ ആ റൂംമേറ്റ് എന്താടാ പറയേ. റൂംമേറ്റ് ഉണ്ടല്ലോ അവനൊരു ഗേ ആണെന്ന് പറയും. ഇത് കേട്ടത് തപ്പടെ ടൈപ്പിന്റെ മുഖം കാണണം. അവന് ഭയങ്കരമായിട്ട് കളിയായിട്ട് പറയും, എന്ത് ഗേയോ എന്ന് പറയും. എന്റെ പൊന്നെ ഒന്നാമത് ഈ ചെറുക്കിന് ഗേനെ ഇഷ്ടമല്ല. അതിനിടയ്ക്ക് അവന്റെ റൂംമേറ്റ് തന്നെ ഗേ എന്ന് പറയുമ്പോ ഇനി ഇവർക്കിടയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന കഥ. അപ്പം നേരെ റൂംമേറ്റ് ഗേ എന്നത് ഭയങ്കര കലിപ്പായിട്ട് നേരെ എന്തോ റൂമിലോട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ റൂംമേറ്റും വരും. ഇവന്റെ പേര് താൻ. നല്ല സുന്ദര കുട്ടപ്പനല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഫ്യൂച്ചറിലൊക്കെ ഒരു ഹസ്ബൻഡ് ടൈപ്പ് അല്ലേ. എന്റെ മനസ്സിലുള്ള കാര്യമായിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല. താൻ വന്നത് എപ്പോഴത്തെ പോലെ തന്നെ റൂം തുറന്ന് വന്ന ടൈപ്പിനെ കണ്ടോണ്ടേനെ. ആ നീ ഇത് നേരത്തെ വന്നു, എന്ത് പറ്റിയെന്ന് നേരത്തെ വന്നത്, ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ ഇത് എടുത്തു എന്നൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിച്ചതുകൊണ്ടേനെ ദേഷ്യത്തിൽ നമ്മുടെ ടൈപ്പ് വെക്കും. എനിക്ക് ഇതിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞോണ്ടേനെ താൻ പറയും, ചോദിക്കടാ എന്ത് പറ്റി, നിന്റെ മുഖം കണ്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞു തന്നതും നമ്മുടെ ടൈപ്പിന്റെയും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചോദിക്കും, നീ ഒരു ഗേ ആണോന്ന്. ഇത് കേട്ടതും താൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. എന്നിട്ട് മുഖമൊക്കെ മാറും. ഇവനെ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ഇതെങ്ങനെ അറിഞ്ഞ്, എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് കൂളായിട്ട് തിരിഞ്ഞിട്ട് പറയും, അതേടാ ഞാനൊരു ഗേ ആണെന്ന് പറയും. ഇതും കൂടെ കേട്ടത് നമ്മുടെ ടൈപ്പിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് വന്നിട്ട് പറയും, ഓ അങ്ങനെയാണോ, എന്നാ നീ ഒരു കാര്യം അറിഞ്ഞു, ഞാൻ ഗേ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെക്കും, നിങ്ങളുടെ വർഗത്തെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. താനാണ് ഭയങ്കര ഷോക്കായിട്ട് എന്തുവാടാ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടൈപ്പ് പറയും, ഇതേ നോക്കൂ, ഒന്നിക്ക് നീ ഈ റൂം വിട്ടു പോകണം, അല്ലെങ്കിൽ ഞാൻ ഈ റൂം വിട്ടു പോകുമെന്ന് പറയും. റൂം വിട്ടു പോകണമെന്നും കൂടെ പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ താൻ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് വെക്കും, എന്തുവാടാ ഇത്, ഞാൻ ഗേ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നീ ഇത്രയും വെറുക്കുന്നത്. അത് തന്നെയല്ല, ഞാൻ ഗേ ആണെങ്കിൽ നിനക്ക് എന്താടാ പ്രശ്നം, അതിനൊക്കെ എന്തിനാടാ വെറുതെ റൂം വിട്ടു പോകുന്നത് എന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഗേയുടെ കൂടെ ഒന്നും താമസിക്കാനൊന്നും പറ്റത്തില്ല, നീ ഈ റൂം വിട്ട് പുറത്ത് പോയേ പറ്റത്തില്ല നമ്മുടെ ടൈപ്പ് പറയും. ഇത്ര നേരം സമാധാനമായിട്ട് സംസാരിച്ച് നമ്മുടെ താന്റെ സമാധാനമൊക്കെ പോയിട്ട് പറയും, ഞാൻ ഗേ ആയതുകൊണ്ട് നിനക്ക് എന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് നിന്റെ ബുദ്ധിമുട്ടാണ്, അത് നിന്റെ പ്രശ്നമാണ്, അപ്പൊ നീയാണ് റൂം വിട്ടു പോകേണ്ടത്, അല്ലാതെ ഞാനൊന്നും റൂം മാറ്റാൻ പോകുന്നില്ല എന്ന് പറയും. താൻ റൂം ചെയ്ത് പോകത്തില്ല എന്നും കൂടെ പറയുമ്പോ ടൈപ്പിന് ഒന്നും കൂടെ ദേഷ്യമായിട്ട് പറയും, ദേ നോക്കിക്കോ, എനിക്ക് ഗേ എന്ന് പറഞ്ഞാലേ ഇഷ്ടമല്ല, നീ ഒരു ഗേ ആന്ന് പറഞ്ഞത് നിന്റെ അടുത്ത് പോലും ഞാൻ വരത്തില്ലായിരുന്നു, എത്രയും പെട്ടെന്ന് നീ റൂം വിട്ട് വെക്കളാൻ പറയും. എനിക്കിങ്ങനെ ഗേ ആയതുകൊണ്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നതനുസരിച്ച് നമ്മുടെ താനാണെങ്കിൽ ദേഷ്യം കൂടിയാ വരുന്നത്. എന്നിട്ട് പറയും, നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ല അതൊന്നും നീ എന്നോട് പറയേണ്ട കാര്യമില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പൊക്കോ, ഞാൻ എന്തായാലും പോകാൻ പോകുന്നില്ല എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് താനാണ് ഭയങ്കര കലിപ്പായിട്ട് റൂമിന്
പുറത്തു പോകാൻ വേണ്ടി കുറച്ചങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ചു വരും. വന്നിട്ട് ടൈപ്പിനടുത്ത് വന്നിട്ട് പറയും, കൺഗ്രാചുലേഷൻസ് എടാ, ഇനി ഒരു വർഷം ഈ ഗേയുടെ കൂടെയാണ് നീ റൂംമേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ ടൈപ്പിനെ കുറച്ച് കലിപ്പാക്കിയിട്ട് താനാണെങ്കിൽ അങ്ങ് റൂം വിട്ട് പുറത്തോട്ട് പോകും. ഇവൻ പോകുന്നതെന്ന് നോക്കി ഭയങ്കര കളിപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ടൈപ്പ്. ഒരു വർഷം നിന്റെ റൂംമേറ്റ് ആയിട്ടിരിക്കും, അത് നമുക്ക് കാണാടാന്നുള്ള രീതിയിൽ ഇവനും ഭയങ്കര കലിപ്പായിട്ടിരിക്കുകയാണ്. ഇതേ കലിപ്പ് നേരെ എന്ന വാർഡന്റെ മുന്നിലോട്ട് എന്നിട്ട് പറയും, എനിക്ക് റൂം മാറ്റണമെന്ന് പറയും. ഇതിക്കടന്ന് ചോദിക്കും, എന്തിനു റൂം മാറ്റണം, എന്താ കാര്യമെന്ന് ചോദിക്കും. അത് പിന്നെ ആന്റി എനിക്ക് റൂം മാറ്റണം എന്ന് പറയും. ഈ ആന്റിന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ വാർഡന് കളിയാ. എന്നെ ആന്റി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, സിസ്റ്റർ എന്ന് വിളിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും, നിനക്ക് റൂം മാറ്റാനുള്ള കാര്യം എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ റൂംമേറ്റ് ഗേ ആണ്, അതുകൊണ്ട് എനിക്ക് താമസിക്കാൻ ഇഷ്ടമല്ല, റൂം മാറ്റണമെന്ന് പറയാൻ ഇവനൊരു മടി. ഇവൻ പറയും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്ക് റൂം മാറ്റണമെന്ന് പറയുമ്പോഴേക്കും വാർഡൻ പറയും, അങ്ങനെ നിന്റെ ഇഷ്ടത്തിനൊന്നും റൂം മാറ്റാൻ പറ്റത്തില്ല, നല്ലൊരു കാരണം വേണം, നിന്റെ കൂടെ ആരെങ്കിലും റൂം എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നിന്നെ ഞാൻ മാറ്റിത്തരാന്ന് പറയും. ശരി ആന്റി എന്ന് പറയും. ആന്റി എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് വീണ്ടും ദേഷ്യം വരും. ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ടെക്നോക്ക് ഫോൺ ചെയ്തിട്ട് പറയും, നീ വൈകിട്ട് ഫ്രീ ആണോ, ഫ്രീ ആണെങ്കിൽ ഇല്ലെങ്കിലും നേരെ ഹോസ്റ്റലിലോട്ട് വന്നേ, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയും. ടെക്നോ എന്ത് ചെയ്യും, വൈകിട്ട് ഹോസ്റ്റലിൽ വരും. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിലും ചെന്നിട്ട് ആരെങ്കിലും റൂം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ആർക്കെങ്കിലും റൂം മാറണമെങ്കിൽ നമ്മുടെ താൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാലോ. അതിനെ വെച്ച് ഓരോ റൂമിലും ചെന്ന് ചോദിക്കും. ഓരോ റൂമിലും ഓരോ ടൈപ്പിലുള്ള ആൾക്കാരല്ലേ താമസിക്കുന്നത്. നേരെ ചെന്ന് ഓരോ റൂമിലും കൊട്ടും. ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ടൈപ്പിന്റെ മുഖം കാണുമ്പോൾ തന്നെ ചെറുക്കന്റെ സ്വഭാവ സവിശേഷതകൊണ്ട് എല്ലാവരും റൂം മാറുന്നില്ല എന്ന് പറഞ്ഞ് കഥകടച്ച് പോകും. ഇവരുടെ റൂമിന് തൊട്ടടുത്തൊരു റൂമുണ്ട്. ആ റൂമിലാണെങ്കിൽ ഒരു കൊറിയൻകാരനും അവന്റെ ഒരു ഫ്രണ്ടുമാണ് താമസിക്കുന്നത്. കൊറിയൻകാരൻ എന്ന് പറയുന്ന ഒരു K-pop ഭ്രാന്തനാണ്. എങ്ങനെയെങ്കിലും ഐഡൽ ആകണമെന്ന് ആഗ്രഹിച്ച് ഫുൾ ടൈം പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് നടക്കുന്നത്. ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ ടെക്നോയും ടൈപ്പും കൂടെ അവിടെ വന്ന് റൂം കൊട്ടുമ്പോഴേക്ക് ഈ ഫ്രണ്ട് വന്ന് തുറക്കും പറയും, നിനക്ക് ടൈപ്പുമായിട്ട് റൂം എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. ടൈപ്പിനെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ചെറുക്കനിങ്ങനെ നോക്കിയിട്ട് പറയും, ഈ കുഴപ്പമില്ല, എന്റെ റൂംമേറ്റ് ഓക്കെ ആണ് എന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോൾ ടൈപ്പിന് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് നേരെ നടന്നു പോകും. കാരണം അവസാനം ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയല്ലേ റൂം മാറാൻ. അവനൊട്ട് റൂം വിട്ട് പോകത്തില്ല, ഇവന് റൂം മാറാൻ ഒരു ചാൻസ് ഇല്ല. കലിപ്പായിട്ട് അവിടെ നേരെ പോയി അന്ന് വൈകിട്ട് ഒരു പരുവത്തിന് അവിടെ താനുമായിട്ട് തന്നെ റൂം സ്റ്റേ ചെയ്തോണ്ടിരിക്കുക. താനാണെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും ഇവനിങ്ങനെ നമ്മുടെ സമാധാനം കളഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലോ എന്ന് കാണുമ്പോഴേക്കും നമ്മുടെ ടൈപ്പിന് ദേഷ്യം വന്നിട്ട് നേരെ എഴുന്നേറ്റ് ഇവൻ അടുത്ത് വന്നിട്ട് പറയും, നീ ഈ റൂം വിട്ട് പുറത്ത് പോയേ പറ്റത്തുള്ളൂ, എനിക്കൊന്നും നിന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഇവനിങ്ങനെ അടുത്ത് വന്നിട്ട് ഇത്രയും ഉച്ചത്തിൽ പറഞ്ഞിട്ട് നമ്മുടെ താൻ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നോണ്ടൊന്നും കേൾക്കത്തില്ലല്ലോ. ഇവനിങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ടത് നേരെ ഹെഡ്സെറ്റ് വലിച്ചുരുട്ട് പറയും, ഞാൻ ഇത്ര അടുത്ത് വന്ന് ഇത്രയും ഉച്ചത്തിൽ കിടന്ന് കാറിട്ട് നീ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആ ഹെഡ്സെറ്റ് ഒരു അടി വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഈ റൂം വിട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് ഭയങ്കര ദേഷ്യമായിട്ട് പറയും. ഇത് കേട്ടത് താനും ഭയങ്കര കൽപ്പായിട്ട് പറയും, എന്നെ കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പിനെ പിടിച്ച് കറക്കി ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവന് ക്ലോസ് ആയിട്ട് വരുക. താനിങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നതനുസരിച്ച് ടൈപ്പിന് പേടി വന്നിട്ടായി, ഓൾറെഡി അവൻ ഗേ അല്ലേ. ഇങ്ങനെ ടെൻഷൻ ആയിട്ട് തന്നെ പറയാം, എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല, എനിക്ക് നിന്നോട് ഭയങ്കര വെറുപ്പാണ്, നിന്നെ കണ്ടാലേറെ നീ ഒരു പ്ലേ ബോയ് ആണ്, ആരെ കിട്ടിയാലും വിടത്തില്ലെന്ന് അറിയാന്ന് പറയും. താനും ഭയങ്കരമായിട്ട് കൽപ്പായിട്ട് പറയും, ആടാ ഞാൻ അങ്ങനെ തന്നെ, ആരെ കിട്ടിയാലും വിടത്തില്ലെന്ന് എന്തിനാ വെക്കുന്നത്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യാനായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നതനുസരിച്ച് നമ്മുടെ ടൈപ്പിന് പേടി വന്നിട്ട് വയ്യ. ടൈപ്പാണ് മുഖം മാറ്റിട്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തെ കാറും. ഇങ്ങനെ കാറിക്കൊണ്ട് നേരെ കട്ടിലേന്ന് താഴെ വീഴും. എന്തുവാ സംഭവം, ഈ നടന്ന കാര്യങ്ങളെല്ലാം ചെറുക്ക സ്വപ്നം കണ്ടതാണ്. ഇവൻ ഇങ്ങനൊരു സ്വപ്നം കണ്ട എന്താല്ല, ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ താനുമായിട്ട് മിങ്കിളാകണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു സ്വപ്നം കാണേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ടൈപ്പ് ഉണ്ടടിച്ച് താഴെ വീഴുന്നതൊക്കെ തൊട്ടടുത്തേക്ക് നമ്മുടെ താനും കാണുന്നുണ്ട്. ഇത് കണ്ടതും താനും ഉണ്ടെന്നെ പറയും, പോത്ത് പോലെ വളർന്നല്ലാടോ, ഇപ്പോഴും കൊച്ചു പിള്ളേർക്കണക്ക് കട്ടിലേന്നുകൊണ്ട് താഴെ വീഴുവാടോ, മെന്റൽ ഇറക്കാന്ന് പറയും. ഇത് ടൈപ്പിന് ദേഷ്യമായിട്ട് ഒരു മെന്റല, ആരാടാ മെന്റല്, നീയാടാ മെന്റല്, മര്യാദക്കിന്റെ റൂമിൽ നിന്ന് പുറത്തുവിടാന്ന് പറയും. താൻ എന്തെയും കോളേജിൽ പോയിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുക. പോകാൻ നേരം പറയും, ഞാൻ പോയിട്ട് വരാം റൂമിൽ നിന്നും പറഞ്ഞ് നമ്മുടെ ടൈപ്പിനെ കലിപ്പ് കയറ്റിട്ട് അവനങ്ങ് ക്ലാസ്സിൽ പോകും. താനാണ് ഇങ്ങനെ കളിയാക്കിട്ട് പോകുന്നതും കണ്ടോണ്ട് ടൈപ്പാണ് ഓൾറെഡി അവൻ കലിപ്പ, അതിനെക്കാട്ടിലും കലിപ്പായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ താനാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് വന്ന് ചെറുക്കനിരിക്കും. അവന്റെ പേര് ലോങ്, നമ്മുടെ താന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. താന്റെ മുഖമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇവന് മനസ്സിലായി. ഇവനോടൻ ചോദിക്കും, എന്ത് പറ്റി ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നല്ലോ, മുഖമൊക്കെ മാറിയിരിക്കുന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കും. ഉടനെ പറയേ ഒന്നുമില്ലടാ, ഒരു കുഴപ്പമില്ലാന്ന് പറയേ, ഒരു കുഴപ്പമില്ലാന്നൊന്നും അല്ലല്ലോ, എന്റെ മുഖം കണ്ടാലേ അറിയാം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. എന്താ ഇങ്ങോട്ട് കോളേജിൽ വരുന്ന വഴിക്കുമല്ലോ നിന്റെ എക്സിനെ വല്ലതും കണ്ടോന്ന് ചോദിക്കും. എക്സാ, അപ്പൊ ഓൾറെഡി നമ്മുടെ താൻ റിലേഷൻഷിപ്പിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ് അല്ലേ, അപ്പൊ ചെറുക്കൻ ഫ്രഷ് അല്ല, ടൈപ്പ് ചെയ്ത് എടുക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. താനെന്ന് പറയും, കുഴപ്പമൊന്നും ഇല്ലടാ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് കാഷ്വൽ ആയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുറകെ ബെഞ്ചിരിക്കുന്ന ഒരു ചെറുക്കൻ ഇപ്പൊ താനെ പിടിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര കലിപ്പായിട്ട് നോക്കുന്നു. ഇതേതാ കഥാപാത്രം, ഇവര് തമ്മിൽ എന്താ പ്രശ്നമൊന്നും അറിയില്ല, ഇവന്റെ എക്സും അല്ല
വല്ലതും ആണോ? എന്തുവാന്ന് കഥ പോകപ്പോ നമുക്കറിയാം. താൻ ഈ ചെറുക്കൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടതും താന്റെ ഫ്രണ്ടിന് മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ താനെ വിളിച്ചിട്ട് ഡൈവേർട്ട് ആക്കിയിട്ട് പറയും, നമ്മുടെ മ്യൂസിക് ക്ലബിന് വേണ്ടി ഒരു ഗിത്താറിസ്റ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, പുതിയ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവനെ ചേർക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് കാഷ്വലായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടൈപ്പാണ്. ഭയങ്കര വെറിയായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈഡിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് സ്ഥലത്തോട്ട് നമ്മുടെ ടെക്നോ വരും. വന്നതും പറയും, ടൈപ്പ് നിന്റെ മുഖം കണ്ടാലറിയാലോ ഇന്നലെ രാത്രി എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്. എന്താണ് കാര്യം എന്ന് ഇരിക്കും. എന്ത് ചെയ്യാനാടാ, അവനെ എത്ര പറഞ്ഞിട്ട് അവൻ റൂം വിട്ട് പോകത്തില്ലെന്നാ പറയുന്നത്. എന്ത് ഒരു പിടുത്തമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് കേട്ടത് കൊണ്ട് തന്നെ ടെക്നോ പറയും, നിനക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? അവന് പെമ്പിള്ളാരെ ഇഷ്ടമല്ല, അവൻ ഗേ എന്ന് പറഞ്ഞിട്ട് എന്തിനാ നീ അവനെ വെറുതെ ശല്യം ചെയ്യുന്നത്? അവൻ റൂം വിട്ട് പുറത്തു പോകണമെന്നൊക്കെ പറയുന്നത് എന്തിനാ? അല്ലാതെ അവൻ വേറെ പ്രശ്നത്തിനൊന്നും നിന്റെ അടുത്ത് വരുന്നില്ലല്ലോ, അത് അവൻ നിന്നെ കറക്റ്റ് ചെയ്യാൻ വല്ലോ നോക്കുന്നുണ്ടോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് കാഷ്വൽ ആയിട്ട് പറഞ്ഞു വിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിട്ട് പറയും, സത്യം പറയടാ, ഇനി അവൻ നിന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടാണോ നീ റൂം മാറാൻ പോകുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് നമ്മുടെ ടൈപ്പിന് ദേഷ്യം വേണ്ട, മോനെ മിണ്ടായിരുന്നാണ് അല്ലെങ്കിൽ നല്ല ഇടിയെന്ന് കിട്ടുമെന്ന് പറയും. ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം വിട്ടേക്കാന്ന് പറയും. ചിരിച്ചോണ്ട് നമ്മുടെ ടെക്നോ പറയും, എന്റെ പൊന്നെ നീ പറഞ്ഞ പോലെ അല്ല, നീ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുകയും ചെയ്തു, നിനക്കിപ്പോ എന്തുവാടേ വേണ്ടത് എന്ന് ചോദിക്കും. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് ഓടിക്കണമെന്ന് പറയും. നിനക്ക് എന്താടേ ഈ ഒരു കാരണത്തിന് വേണ്ടി വെറുതെ അവനോട് നീ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അത് തന്നെയല്ല, അവൻ അത്ര മോശമായിട്ടുള്ള ചെറുക്കനൊന്നും അല്ല, ഒരു റൂംമേറ്റ് ആയിട്ട് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറുക്കനൊന്നും അല്ല എന്ന് പറഞ്ഞത് കേട്ടത് തൊട്ടേനെ ടൈപ്പ് വെക്കും. ഓഹോ, അപ്പൊ നീ ഒരു കാര്യം പറ, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്ന് പറയും. ഓ, നീ ഇനിയിപ്പം കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത റൂംമേറ്റ് ആകാൻ പോവാണ്, ഓൾറെഡി നീ അങ്ങനെ തന്നെയാടാ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്നോ ആണ് ഇവരെ നോക്കും. എന്നിട്ട് പറയും, ശ്രദ്ധിച്ചു കേട്ടോ, ഒന്ന് നമ്മുടെ പ്രൈവസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള റൂംമേറ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഫുഡെല്ലാം കഴിച്ചിട്ട് പാത്രം ഒന്നും കഴുകാതെ അവിടെ ഇവിടെ ഇട്ട് വാരി വലിച്ചെല്ലാം ഇട്ടിട്ട് ആ പാത്രം എല്ലാം നമ്മളെ കൊണ്ട് കഴിക്കും, നീറ്റാക്കി ഒന്നും ഇട്ടില്ലെങ്കിലൊന്നും നമുക്ക് ആ റൂംമേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ തന്നെ ടൈപ്പ് കയറിട്ട് പറയും, മതി മതി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് അങ്ങ് പോകും. ഇവനിങ്ങനെ പോകുന്ന കണ്ട് നമ്മൾ ടെക്നോറിനെ ഓർക്കും, നമുക്ക് എല്ലാം മര്യാദ തന്നോടാ പറഞ്ഞു തീർന്നത്, അവൻ എഴുന്നേറ്റ് പോകുക. ഇവനോട് നമ്മുടെ താൻ ഗേ ആണെന്ന് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇത് അറിയുന്നതിന് മുമ്പ് ഇവർ എന്ത് സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഒരു 3 ആഴ്ചക്ക് മുമ്പുള്ള ഒരു കാര്യം. നമ്മുടെ താനാണെങ്കിൽ റൂമിൽ ആദ്യം വന്നിട്ട് എല്ലാം അടുക്കിയൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ടൈപ്പ് വരുന്നത്. ടൈപ്പ് വന്ന് കയറിയതും താൻ പറയും, എന്റെ പേര് താൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല കമ്പനിയായിട്ട് സ്നേഹമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നല്ല കമ്പനിയൊക്കെ ആവുകൊണ്ട് തന്നെ താൻ പറയും, ഇവിടെ കുറെ സ്നാക്സ് ഒക്കെ ഉണ്ട്, നീ ഇതൊക്കെ എടുത്തോ എന്ന് പറയുന്നത് കേട്ട് ടൈപ്പ് പറയും, ഓ നിനക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇത്രയധികം സ്നാക്സ് ഒക്കെ എന്ന് പറയുമ്പോ പറയും, ഓ എന്നെയൊക്കെ ആര് നോക്കാനാടാന്ന് പറയും. ഓ നിന്നെ ഒന്ന് നോക്കാൻ കോളേജിൽ ആളില്ലെങ്കിൽ പിന്നെ എന്റെ ഒന്നും കാര്യം പറയേ വേണ്ടല്ലോ എന്ന് പറഞ്ഞു രണ്ടുപേരും കാഷ്വൽ ആയിട്ട് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ഉടനെ താൻ പറയും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷം നമ്മൾ റൂംമേറ്റ് ആയിട്ട് ഇരിക്കണ്ടല്ലേ എന്ന് പറയുന്നത് കേട്ടവും ടൈപ്പ് പറയും ശരി എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. അതായത് ഈ ഗേ ആണ് എന്ന് അറിയുന്നത് വരെ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് നമുക്ക് പ്രസന്റിൽ വരാൻ ടെക്നോടത്തൊന്ന് ഐഡിയ ഒക്കെ മേടിച്ചോണ്ട് നമ്മുടെ ടൈപ്പാണ് നേരെ റൂമിൽ ഒരു വന്ന് കയറിയത് ഭയങ്കര ദേഷ്യമായിട്ട് നമ്മുടെ താന്റെ സാധനങ്ങളെല്ലാം എടുത്ത് റൂം മൊത്തം വെത്തറിക്കൊണ്ടിരിക്കാൻ. അവന്റെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എല്ലാം എടുത്തിടും, കട്ടിലെ മൊത്തം സ്നാക്സ് എല്ലാം പൊട്ടിച്ചിടും, ബുക്കും പേപ്പറും എല്ലാം തട്ടിമറിച്ച് താഴെയിട്ടും അവിടെ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പിക്ചർ എല്ലാം വലിച്ചു കീറിയിട്ട് ഭയങ്കര നീറ്റായിരുന്ന ആ റൂം ഫുൾ അലമ്പാക്കിയിടും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബേസ് ബോർഡിനകത്ത് മൊത്തം റൂമിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്തിട്ടിട്ട് നമ്മുടെ ടൈപ്പ് അങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ പോകും. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ താൻ റൂമിൽ വരുമ്പോഴേക്കും റൂം കിടക്കുന്ന കോലം കണ്ടിട്ട് അവൻ ഭയങ്കര ഷോക്കാവും. നോക്കുമ്പോൾ ബേസ് ബോർഡ് വിട്ട് റൂമിൽ നിന്ന് പുറത്തു വന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇവന് മനസ്സിലാവും ഇതെല്ലാം ടൈപ്പിന്റെ പരിപാടിയാണെന്ന്. ഓഹോ, ഞാനാണെങ്കിൽ എന്റെ കാര്യം മാത്രം നോക്കി അടങ്ങി ഒതുങ്ങിപ്പോയി നീ സമ്മതിക്കത്തില്ല അല്ലെ, ഈ പ്രശ്നം തുടങ്ങിയത് നീയാണ്, ഈ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താനും ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടെക്നോയും ടൈപ്പും കൂടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ടെക്നോ പറയും, എന്നും പറഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഇതൊക്കെ ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് പറയാം. അതായത് റൂമൊക്കെ അലങ്കോലാക്കിയിട്ടില്ലേ, കൂടിപ്പോയെന്നാ, എങ്ങനെ നീ തന്ന ഐഡിയ അല്ലേടാ ഇത്? ഓ ഞാൻ എന്ത് ഐഡിയ എന്നാലും നീ അതുപോലെ അങ്ങ് ചെയ്യൂ? നീ ഐഡിയ എന്നപ്പോഴേക്കും അത് കൊള്ളാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്ത്. ഇപ്പൊ റൂം മൊത്തം അലമ്പായി കിടക്കല്ല, അവൻ വന്ന് കണ്ടിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാന്ന് വെച്ചോ, ഞാൻ വീണ്ടും അതെല്ലാം അലമ്പാക്കും. ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കും. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവനാണെങ്കിൽ അത് ഇട്ടിട്ട് പൊക്കോളും. ഇത്ര നാൾ അവനിങ്ങനെ പിടിച്ചിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന കേട്ടത് ടെക്നോനെ ചിരിച്ചോണ്ട് പറയും, അവൻ കുറേ നാൾ പിടിച്ചു നിൽക്കുന്ന ടൈപ്പാന്നാടാ എനിക്ക് തോന്നുന്നത് എന്ന് പറയും. ഇവനിങ്ങനെ പറഞ്ഞ് ചിരിക്കുന്ന ഘട്ടം ഇവിടെ ടൈപ്പിന് ദേഷ്യം വന്നിട്ട് ബോൾ എടുത്ത് അവന്റെ പുറത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴിക്ക് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടൈപ്പ് റൂമിൽ വരും. റൂമിൽ വന്ന് ഡോർ എടുക്കുമ്പോ അവനൊരു ഷോക്ക്. നേരത്തെ റൂമിലെ താന്റെ സാധനങ്ങൾ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ വലിച്ചിറക്കി ഇട്ടിട്ടുള്ളായിരുന്നു, അതൊന്നും ക്ലീൻ ചെയ്തില്ല. മാത്രമല്ല ഇവന്റെ സാധനവും കൂടെ നമ്മുടെ താൻ വലിച്ചിളക്കി അവിടെ എല്ലാം ഇട്ടിരിക്കുകയാണ്. സ്വാഭാവികം ഇവൻ എന്താ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചിളക്കി
പറഞ്ഞിട്ട് അവനതെല്ലാം അടുക്കി വെച്ചിട്ട് ഇവനോട് വഴക്കിന് വരും. എന്തിനാ ഇതൊക്കെ ഇട്ടതെന്ന് ചോദിച്ചു. അങ്ങനെ നിരന്തരം പ്രശ്നമാകുമ്പോൾ ചെറുക്കൻ റൂം മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ എന്ത് ചെയ്ത് ഇവന്റെ സാധനങ്ങളും കൂടെ ഒക്കെ വലിച്ചെറിഞ്ഞ്. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തുള്ളത്. ടൈപ്പിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ആരാടായി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോഴേക്കും നിലത്താണ് ഒരു ട്യൂബ് കിടപ്പുണ്ട്. ഇവനിത് അറിയാതെ നേരെ അതിച്ചെന്ന് ചവിട്ടും. ഇത് കണ്ടത് നമ്മുടെ താനെന്ത് ചെയ്യും, എഴുന്നേറ്റിട്ട് ഒരുമാതിരി കളിയാക്കി ചിരിച്ചവന്റെ അടുത്ത് വന്നിട്ട് ഈ ട്യൂബ് എടുത്തിട്ട് നേരെ എഴുന്നേറ്റ് നിന്നിട്ട് കുറെ നേരം ഇവനെ നോക്കിയിട്ട് ഇവന്റെ കൈ പിടിച്ച് അതിനകത്തോട്ട് വെച്ചിട്ട് പറയും, കുറെ നേരമായിട്ട് ഞാൻ ഇതാടാ നോക്കിയത്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇത് തീർന്നു പോയില്ലേ. നീ പറഞ്ഞ പോലെ ഞാനൊരു പ്ലേ ബോയ് ആയതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് എന്റെ ഈ കാണും. നീ വേണമെങ്കിൽ ഇത് നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുന്ന പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ടൈപ്പിന്റെ മുഖം ഒന്ന് കാണണം. കാലിൽ വന്നിട്ട് പറയും, ഇതെന്ത് പാടേത്, ഇത് ഇന്റിമേറ്റ് ആയിരിക്കുമ്പോ യൂസ് ചെയ്യുന്ന ജലാൽ, ഇതെന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിച്ച് വലിച്ചെറിയും. ഇത് കണ്ടത് കൊണ്ട് തന്നെ താൻ പറയും, ഓ ശരിയടാ, നിനക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ ടൈപ്പിന്റെ കൈ വെച്ച് കൊടുക്കും. നോക്കുമ്പോ അതെന്തോ ഒരു കോണ്ടോ, അതിനകത്തൊരു സ്റ്റിക്കി നോട്ടും. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ റൂമിൽ നിന്ന് പുറത്ത് പോകത്തില്ലടാ. എനിക്ക് വയ്യ, താൻ സൂപ്പർ അല്ലേ. ഇത് കണ്ടിട്ട് ടൈപ്പിനാണ് ഭയങ്കരമായിട്ട് ദേഷ്യം കലി വന്നിട്ട് ഈ കവർ എന്ത് ചെയ്യും നമ്മുടെ താന്റെ ദേഹത്തോട്ട് തന്നെ ഒച്ചയേറിയും. എന്നിട്ട് വന്നിട്ട് പറയും, നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ടാന്ന് പറയാം. ഇത് കേൾക്കുന്നതോടെ താനും ഭയങ്കര കളിപ്പായിട്ട് പറയും, എന്ത് ഇതെല്ലാം തുടങ്ങി വെച്ചാൽ നീയാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റൂടാന്ന് പറയും. ഓ നീ നോക്കിക്കോ, നിന്നെ ഈ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കോടാ ഞാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിപ്പായിട്ട് നമ്മുടെ ടൈപ്പോട് അങ്ങ് പോകും. രണ്ടുപേരും പറ്റിയ ടീമുകളല്ല, രണ്ടുപേരും കട്ടയ്ക്ക. ഇവരെല്ലേലും ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കപ്പിൾസിനെ. ഇവർ റൊമാൻസ് ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം കട്ടയ്ക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ടൈപ്പ് എന്ത് ചെയ്യും, ടെക്നോനെ വിളിച്ചോണ്ട് റൂമിൽ വരും. റൂമിലോട്ട് കയറാൻ പോകുമ്പോൾ ടെക്നോ പറയും, എടാ നിനക്ക് അവനെ ഈ റൂമിൽ നിന്ന് ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വരുത്തി പാർട്ടിയൊക്കെ റൂമിൽ നടത്തുന്നതൊക്കെ ഇത്തിരി കൂടുതലാ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ താൻ ഉറപ്പായിട്ടും ഭയങ്കര കലിപ്പാകും എന്ന് പറയുന്ന കേട്ട് പറയും, ആടാ അവൻ കലിപ്പാകണം, അവൻ കലിപ്പാകാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, നീ മിണ്ടാതെ പുറകെ വാദം പറഞ്ഞ ടൈപ്പ് ടെക്നോയെ വിളിച്ചോണ്ട് റൂമിൽ പോവും. ടൈപ്പിന്റെ വേറെ രണ്ട് ഫ്രണ്ട്സ് നമ്മൾ ടെക്നോ എല്ലാരും കൂടെ എന്ത് ചെയ്യും, ടൈപ്പിന്റെ റൂമിൽ വന്നിട്ട് അവിടെ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് വെച്ച് വെള്ളമൊക്കെ അടിച്ചോണ്ട് ഒരു ചെറിയ പാർട്ടി പോലെ ഭയങ്കര ഫണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈപ്പിന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ താന്റെ പെട്ടി കയറി മൊത്തം ചിപ്സ് സാധനങ്ങളൊക്കെ ഇട്ട് മൊത്തം അഴുക്കാക്കി ഇങ്ങനെ അവിടെ കിടക്കുവാണ്. ഇങ്ങനെ പിള്ളേരുടെ പാർട്ടിയൊക്കെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ താനാണ് റൂമിലോട്ട് വരും. വന്ന് ഇതൊക്കെ കാണുമ്പോ ആദ്യം അവന് ഷോക്കാണ്. താൻ വന്നത് കണ്ടതും ടെക്നോക്ക് പേടി വന്നിട്ട് പറയും, ആ ശരിയടാ നിന്റെ റൂംമേറ്റ് വന്ന് ഞങ്ങളെല്ലാം പോകാന്നും പറഞ്ഞ് എഴുന്നേറ്റതും ടൈപ്പ് ഉണ്ടെന്ന് ഇവനെ പിടിച്ചിരുത്തിട്ട് പറയും, സമയം 8 മണി പോലും ആയില്ലടാ, നിങ്ങളൊക്കെ എവിടെ പോവാണെന്ന് ചോദിച്ചിട്ട് പറയും, ഓ എന്റെ റൂംമേറ്റ് കഷ്ടപ്പെടുമെന്ന് ഓർത്താണ് നിങ്ങൾ പോകുന്നേ, അവനിതൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വെറുതെ എൻജോയ് ചെയ്തോളാൻ പറയും. താൻ ഉടനെ ടൈപ്പിനെ കലിപ്പിച്ച് നോക്കിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എൻജോയ് ചെയ്തോളാൻ പറയും. ടൈപ്പിന്റെ ഫ്രണ്ട്സ് പറയും, നീയും വാ, നീ വന്ന് ഞങ്ങളുടെ ജോയിൻ ചെയ്യുന്ന പറയും. ഇത് കേട്ടിട്ട് ടൈപ്പ് ഉടനെ വേണ്ട അവനൊന്നും ജോയിൻ ചെയ്യണ്ടെന്ന് പറയും. താൻ ഉടനെ നേരെ വന്ന് ഇവന്റെ കൂടെ ഇരിക്കും. ഉടനെ ടൈപ്പ് പറയും, വേണ്ട കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ താൻ പറയും, കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു രസമല്ലേ എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുന്ന ടെക്നോ, ചെറുക്കൻ ഡബിൾ മീനിങ് വല്ലതാണ് പറയുന്നത്, കുറെ ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമാണ്. താൻ ഉടനെ ടൈപ്പിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അവന്റെ ബെഡിലാണ് ഒരു ചെറുക്കൻ കിടക്കുന്നതാണ്. ഉടനെ ചോദിക്കും, എന്റെ ബെഡ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടത് ആ ബെഡിൽ കിടന്ന ചെറുക്കൻ ചാടി എഴുന്നേറ്റ് താഴെ വന്നിട്ട് ടൈപ്പിനോട് പറയും, ടൈപ്പ് നീ എന്തുവാ പറഞ്ഞത്, ഇത് നിന്റെ ബെഡാന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് താനോട് പറയും, സോറി അവനിത് അവന്റെ ബെഡാന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറി ഇരുന്നത്, ഇതിനൊന്നും നീ വെറുതെ ദേഷ്യപ്പെടരുത് എന്ന് പറയുമ്പോഴേക്കും താൻ ചോദിച്ചിട്ട് പറയേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വെറുതെ ചോദിച്ചാ, ഇതിനൊന്നും ഞാൻ ദേഷ്യപ്പെടുത്തില്ല എന്ന് പറയും. താനിങ്ങനെ പറഞ്ഞത് കേട്ടത് കൊണ്ട് തന്നെ ആ ഫ്രണ്ട് പറയും, തരക്കേടില്ലല്ലോ, നമ്മുടെ ടൈപ്പ് പറഞ്ഞതുപോലെ തന്നെ നീ ഒരു നല്ല ചെറുക്കനാണെന്ന് പറയും. ഇത് കേട്ടതും ടൈപ്പ് ഷോക്കായിട്ട് നിൽക്കുവാണ്, എന്തുവാടാ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുവാണ് എന്നുള്ള രീതിയിൽ. താനാണ് ഭയങ്കര സർപ്രൈസ് ആട്ടെ, ശരിക്കും ഞാൻ നല്ലതാന്ന് ടൈപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ ടൈപ്പിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആടാ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, നീ നല്ല ചെറുക്കനാണ്, റൂമൊക്കെ എത്ര വൃത്തികേടാക്കിയാലും നീ ഒന്നും പറയത്തില്ല, ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം താൻ്റെ അടുത്ത് പറയും. താനോട് ഇതെല്ലാം പറഞ്ഞ് താനിതെല്ലാം അറിഞ്ഞെന്നറിയുമ്പോ ഭയങ്കര നാണക്കേടായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയും. ആ ശരി ഞാൻ പോയി സ്നാക്സ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് റൂമിൽ നിന്ന് പോകും. ടൈപ്പ് അങ്ങോട്ട് പോയത് ഉടനെ താൻ ഞാൻ പോയി അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇവനും പറയുമോ. ഇതേ സമയം ഹോസ്റ്റലിൽ താഴെ ഹോളിലാണ് വാർഡന്റെ അടുത്ത് നമ്മുടെ താന്റെയൊക്കെ റൂമിന്റെ ഇപ്പുറത്തെ റൂമിലുള്ള ചെറുക്കനുണ്ടല്ലോ, അതായത് ആ കേപ്പ് ഐഡലാകാൻ വേണ്ടിയൊക്കെ നടക്കുന്ന അവന്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, ഞങ്ങളുടെ അപ്പുറത്തെ റൂം, അതായത് താന്റെയൊക്കെ കുറിച്ചാണ് പറയുന്നത്,
പറയുന്നത്. അപ്പുറത്തെ റൂമിൽ അവർ രണ്ടുപേരും എപ്പോഴും വഴക്ക, ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അവരെന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് വല്ലതും ആന്റിക്ക് അറിയാവോന്ന് ചോദിക്കും. ഇത് അവര് വഴക്കുണ്ടാക്കുന്ന റൂമിൽ നിന്ന് ബഹളം വരുന്നൊന്നും ഒരു പ്രശ്നമില്ല, അവരെപ്പോഴും വഴക്കാണ്, അതിന്റെ കാരണം മാത്രം ചെറുക്കൻ അറിഞ്ഞാൽ മതി. ഉടനെ തന്നെ ഈ വാട്ടം പറയില്ല എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് ഈ ചെറുക്കന്റെ റൂംമേറ്റ് വരും, അതായത് K-pop. അവൻ വന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇതിനെ കുറിച്ചൊക്കെ. അവനാണ് കൊറിയൻകാരനായതുകൊണ്ട് അവൻ പറയുന്നൊന്നും ഇവന് മനസ്സിലാവുന്നുമില്ല. ഇതേ കറക്റ്റ് സമയത്താണ് നമ്മുടെ താനും ടൈപ്പും കൂടെ ഇറങ്ങി വരുന്നത്. ഉടനെ ഈ ചെറുക്കൻ ഞാൻ പറഞ്ഞില്ല ഇവര് തമ്മിൽ എപ്പോഴും അടി, എന്താ ഇപ്പോഴും കണ്ട കലിപ്പായിട്ട് രണ്ടുപേരും കൂടെ പോകുന്നെന്ന് പറഞ്ഞ് താനും ടൈപ്പ് ഇറങ്ങി പോകുന്നതെന്ന് നോക്കി നിൽക്കുക. ടൈപ്പ് ഹോസ്റ്റലിൽ നിന്ന് പുറത്തോട്ട് വന്നതെന്ന് താൻ പുറക്കാനിട്ട് ടൈപ്പ് നീ അവിടെ നിന്ന് നിന്നെ, നീ എന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരാണൊക്കെ പെരുമാറുന്നേ, ഇതുപോലുള്ള ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ഇട്ട് നിന്റെ കൂട്ടുകാരൻ കൊണ്ട് റൂമിൽ വന്നിരുന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ റൂമിൽ നിന്ന് പുറത്തു പോകുന്ന നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ ടൈപ്പ് പറയോ എന്റെ പ്ലാനൊന്നും വർക്ക്ഔട്ട് ആകുന്നില്ലെങ്കിൽ പിന്നെ നീ ഇതുപോലെ എന്റെ പുറകെ വന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന കേട്ട് താൻ ചിരിച്ചിട്ട് പറയും, നീ എന്തുവാടാ പറയുന്നത്, നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്ന് പാർട്ടിയൊക്കെ നടത്തിയ ഞാൻ ആ റൂമിൽ നിന്ന് പോകുമെന്ന്. താനിങ്ങനെ കളിയാക്കി ചിരിക്കുന്ന കാണുമ്പോഴേക്ക് ദേഷ്യം വന്നിട്ട് ടൈപ്പ് പറയും, നിന്നെ റൂമിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ അവരെ കൊണ്ടുവന്നത്, നീ ഒരു K ആണെന്ന് അറിയുമ്പോൾ അവരുടെ ഒരു റിയാക്ഷനും കൂടെ കാണാൻ വേണ്ടിയാണ് എന്ന് പറയും. ഇത് കേട്ടത് തൊട്ട് പറയടാ നീ പറയേ, എനിക്കും ഓമാർ റിയാക്ഷൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഗേയുടെ കൂടെയാണ് നീ റൂംമേറ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഓമാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ പറയടാന്ന് പറയും. താൻ വേറെ ലെവലാണ് അല്ലേ, നമ്മുടെ ടൈപ്പിന് ഭയങ്കര ടഫാണ് ഇവൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അവനൊന്ന് ചെയ്താൽ ഇവർ രണ്ടുപേരും അല്ലേ. ഞാനിങ്ങനെ പറഞ്ഞ കേട്ടതും ടൈപ്പിന് ഭയങ്കരമായിട്ട് കളിയായിട്ട് വന്നിട്ട് പറയും, ദേ കേട്ടോ ഞാൻ നിന്നെ പോലെ ഗേ അല്ല, എന്നെ കൊണ്ട് ഗേ ആവാനും പറ്റത്തില്ല എന്ന് പറയും. അത് ഒരുമാതിരി കളിയാക്കി ചിരിച്ചിട്ട് താൻ നേരെ ടൈപ്പിന്റെ അടുത്ത് വന്നിട്ട് പറയും, നീ പറഞ്ഞൊക്കെ ശരിയാടാ, പക്ഷെ ഒരു കാര്യം നീ മറന്നു പോകരുത്, ഈ ഗേ ആയ എന്റെ കൂടെ വേണം നീ 1 വർഷം താമസിക്കാം, എന്റെ ഗേ വൈറസ് അങ്ങനെ നിന്നെ വന്ന് പിടിക്കാതെ നീ സൂക്ഷിച്ചോ, നീ കുറച്ച് ജാഗ്രതയായിട്ട് ഇരുന്നു എന്ന് പറയും. താന്റെ ഇതുപോലുള്ള കളിയാക്കിയുള്ള വർത്താനം കേട്ടിട്ട് ടൈപ്പിന് ഭയങ്കര കലിപ്പായിട്ട് നേരെ ഇവനെ അടിക്കാൻ വന്നതും താനെന്തേ ഇവന്റെ കൈ പിടിച്ച് പുറകോട്ട് വെച്ചിട്ട് നേരെ ഇവന്റെ കവിളിൽ പോയൊരു കിസ്. എന്റെ പോറ്റടാ, ഇപ്പൊ എന്തിനാണ് നീ കിസ് ചെയ്ത്? ഇതൊരു റൊമാൻറ്റിക് കിസ് ഒന്നല്ല കേട്ടോ, നമ്മൾ ഈ വഴക്കിടുമ്പോ ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്യത്തില്ല, അതായത് ജലസ് ഒക്കെ ആയിട്ട് കിസ് ചെയ്യത്തില്ല, അതുപോലൊരു ഫീൽ ഇവൻ അറിയാതെ എഴുതിയാന്ന് തോന്നുന്നു കേട്ടോ. ടൈപ്പിനാണ് താൻ ഗേ ആയതുകൊണ്ട് തന്നെ കണ്ണെടുത്ത ഇഷ്ടമല്ല, അതിനിടയ്ക്ക് ഇവൻ വന്ന് കിസ്സും കൂടെ ചെയ്താലോ ഇത് കണ്ടത് ഭയങ്കര കലിപ്പായിട്ട് തള്ളി വിട്ടിട്ട് പറയും, ഇതുപോലുള്ള പണിയൊന്നും എന്റെ അടുത്ത് നീ കാണിക്കരുത്, ഇനി നീ എങ്ങാനും എന്റെ അടുത്ത് ഇനി ഇങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞോണ്ടല്ലോ നിന്നെ തള്ളി തന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു ഭയങ്കര കലിപ്പായിട്ടാ പറയുന്നത്. താനാണ് ഇവനെ ഇളക്കാൻ വേണ്ടി ഓട്ടനെ തന്നെ പറയും, നീ എന്താ പറഞ്ഞത്, ഞാനൊരു പ്ലേ ബോയ് ആന്നല്ലേ നീ പറഞ്ഞത്, നിന്റെ അടുത്ത് തന്നെ ഞാൻ കുറച്ച് കളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താനെന്തേ ഒരുമാതിരി ചിരിച്ചിട്ട് ടൈപ്പിന് ക്ലോസ് ആയി വന്നോണ്ടിരിക്കുക. ടൈപ്പിനാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അടിക്കാനായിട്ട് കൈ വാങ്ങുന്ന കറക്റ്റ് സമയത്ത് ആ വാർഡൻ വരും, വന്നിട്ട് ചോദിക്കും, എന്താ അവിടെ പ്രശ്നം, എന്തിനാ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചോണ്ടേ താനെന്തേയും ടൈപ്പിനെ നോക്കി ഒരുമാതിരി കളിയാക്കി ചേച്ചിട്ട് പറയും, ഞങ്ങളൊന്നും വഴക്കിടുന്നില്ല ആന്റി, ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ടാ സംസാരിക്കാറെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കി ചിരിക്കും. ഇത് കണ്ടതും ടൈപ്പിന് ദേഷ്യം വന്നിട്ട് താനെ തള്ളി വിട്ടിട്ട് നേരെ അവൻ റൂമിലോട്ട് പോകും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റേ അടുത്ത റൂമിലുള്ള ആ ചെറുക്കുണ്ടല്ലോ അവനാണ് അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയം ആ K-pop ഉണ്ടല്ലോ അവനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് അങ്ങോട്ട് വരും. ഇവനെ കണ്ടത് മറ്റോ പ്രേതം എന്ന് പറഞ്ഞ് പേടിച്ചോടും. റൂമിൽ വന്ന് ടൈപ്പ് ഓരോ ഫ്രണ്ട്സ് എല്ലാം കൂടെ കള്ളുകുടിയും വെള്ളകുടിയും പാർട്ടിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്തോ കുറച്ച് 80+ വീഡിയോസ് ആണ്. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്ന് ഉള്ള കളക്ഷൻ ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും കുറെ നേരം കഴിയുമ്പോൾ ഇവർക്ക് ബോറടിക്കും. ഉടനെ തിരിഞ്ഞ് ടൈപ്പിനോട് പറയും, എന്ത് വാടേ ഒരു രസമില്ലാത്ത കളക്ഷൻ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് സമയത്ത് നമ്മുടെ താൻ റൂമിലോട്ട് കയറി വരും. ഉടനെ ടൈപ്പിന്റെ ഫ്രണ്ട്സ് പറയും, നിന്റെ റൂംമേറ്റ് വന്നാലോടാ, ഇതിനും കൂടെ പെർമിഷൻ അവനോട് ചോദിച്ചേക്കെന്ന് പറഞ്ഞോണ്ട് ടൈപ്പർ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നല്ല ഫണ്ണായിട്ടിരുന്ന് കാണാന്ന് പറയും. ഉടനെ ഇവര് ഫ്രണ്ട്സ് പറയും, താൻ നീ വാടാ നീയും വന്ന് കാണുമെന്ന് പറഞ്ഞോണ്ട് ടൈപ്പ് ഉടനെ ചാടി കയറി പറയും, ഓ അവനിതൊന്നും കാണത്തൊന്നുമില്ലോടാ, അവനിതൊന്നും ഇഷ്ടമൊന്നുമല്ല, എന്താന്ന് വെച്ചാ ഉടനെ താൻ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ചോദിക്കും, എന്താന്ന് വെച്ചാ പറയടാ എന്ന് പറയും. ടൈപ്പ് ആണെങ്കിൽ ഒന്നും വിട്ടത്തുമില്ല. ടൈപ്പ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഗേ ആയതുകൊണ്ട് സ്ട്രൈറ്റ് വീഡിയോസിലൊന്നും ഇവന് താല്പര്യം ഇല്ലാന്ന്. താനപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നീ പറയടാ ഞാൻ ഗേ ആണ്, ഗേയുടെ കൂടെ നീ റൂംമേറ്റ് ആയിട്ട് ഇരിക്കുന്നത് പറയടാ, അതാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. കുറെ നേരം എല്ലാരും കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിരുന്നിട്ട് ഭയങ്കര ബോറടിച്ചാണ് ഫ്രണ്ട്സ് തിരിഞ്ഞിട്ട് പറയും, എന്റെ പൊന്ന് ടൈപ്പ് ഭയങ്കരമായിട്ട് സത്യമായിട്ടും ബോറടിക്കുന്നത് ഒരു രസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേനെ താൻ കയറി പറയും, എന്റെ കൈ കുറച്ച് കളക്ഷൻ ഉണ്ട് നിങ്ങൾ കാണുന്നോന്ന് ചോദിക്കും. ഇത് കേട്ട ടൈപ്പിന് ഭയങ്കര ഷോക്കാണ്. ഇവന്റെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പിലുള്ള കളക്ഷൻ ആണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ചാടിക്കേറി ടൈപ്പ് പറയും, വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയും. ഉടനെ ഫ്രണ്ട്സ് പറയും, നീ ഒന്ന് പോടാ താൻ ഇടുമെന്ന് പറയും. ഉടനെ താൻ്റെയിലുള്ള ക്ലിപ്പ് എല്ലാം താനിടുമ്പോഴേക്കും ഫ്രണ്ട്സിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. എന്തുവാന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് അഡക്റ്റ് വീഡിയോ ആണ്. ഇവൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീഡിയോ വെച്ചിരിക്കുന്നത് കണ്ടത് നമ്മുടെ ടൈപ്പ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാവും. എന്ത് ചെയ്യും, താനെ വിളിച്ചോണ്ട് പുറകെ പോയി മാറ്റി നിർത്തിലേക്ക്, നീ എന്താടാ ബൈ ആണോ എന്ന് ചോദിക്കും. ബൈ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ ഇഷ്ടമാണ്, ആമ്പിള്ളേരെ ഇഷ്ടമാണ്.
മറ്റേ സിനിമ ചോദിക്കത്തില്ലേ പെട്രോളാണോ അതോ ഡീസലാണോ എന്ന് ചോദിക്കുമ്പോ രണ്ടും പോകുമെന്ന് പറയുന്ന പോലെ ആ ടൈപ്പാണ് ഈ ബൈ. ഇത് കേട്ടത് കൊണ്ട് തന്നെ താൻ പറയും ഞാൻ ബൈയൊന്നും അല്ല, എനിക്ക് പെമ്പിളാരെ ഇഷ്ടമല്ലാന്ന് പറയും. ഓഹോ നിനക്ക് പെമ്പിളാരെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് നീ ഈ സ്ട്രൈറ്റ് വീഡിയോ ഒക്കെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് തന്നെ ചിരിച്ചോണ്ട് നമ്മുടെ ടൈപ്പിന് ക്ലോസ് ആയി വന്നിട്ട് പറയും എനിക്ക് സ്ട്രൈറ്റ് വീഡിയോയിലൊന്നും താല്പര്യമൊന്നും ഇല്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇത് ഇൻട്രസ്റ്റോടെ കാണുന്ന ആൾക്കാരില്ലേ അവരിലാടാ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇത് കേട്ടതിന് ടൈപ്പ് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. ഉടനെ താൻ പറയും ദേ നോക്കിക്കോ എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനപ്പുറം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അതായത് ഇവൻ കാണിക്കുന്നതൊക്കെ അനുസരിച്ച് ഇവന് ഭയങ്കരമായിട്ട് ക്ഷമ നശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും നമ്മുടെ ടൈപ്പ് ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെ പാർട്ടിയൊക്കെ കണ്ടിന്യൂ ആയി പോയി പാതിരാത്രി ആകുമ്പോഴേക്കും വെള്ളം അടിച്ച് ഓരോരുത്തർ ബോധമില്ലാതായി. ഫ്രണ്ട്സ് എല്ലാം ഫിറ്റ് ആയിട്ട് വീട്ടിൽ പോകും. ടൈപ്പാണ് ഭയങ്കര ശോകമായിട്ട് താൻ്റെ ബെഡിൽ തന്നെ കിടക്കുവാണ്. ടെക്നോ അടുത്ത് വന്നിരുന്നിട്ട് എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞ് വിളിക്കും. ഏപ്പട്ടെ ഒരു ബോധവും ഇല്ല, അനങ്ങുന്ന പോലും ഇല്ല. ടെക്നോ ഉടനെ പറയും നീ എഴുന്നേക്ക്, നീ താൻ്റെ ബെഡിലടാ കിടക്കുന്ന, എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ഉടനെ നമ്മുടെ താനെന്ത് ചെയ്യും ടൈപ്പിന്റെ ബെഡിൽ വന്നിരുന്നിട്ട് ടെക്നോട് ചോദിക്കും നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാല്ലേ എന്ന് ചോദിക്കും. അതായത് ഇവൻ ഗേ ആണെന്ന് അറിയാല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കും. ആദ്യമൊക്കെ ടെക്നോ പറയും എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാത്ത രീതിയിലൊക്കെ കുറച്ച് വർത്താനം പറയെങ്കിലും പിന്നെ അവസാനം അവൻ സമ്മതിക്കും. എനിക്കറിയാം നീ ഗേ ആന്ന് എനിക്കറിയാന്ന് അവൻ പറയും. എന്നിട്ട് നേരെ താനോട് പറയും ഞാൻ കാണുമ്പോ തൊട്ടേ നമ്മുടെ ടൈപ്പിന് ഗേയോട് ഇഷ്ടമേ അല്ല, അവൻ ഒരുമാതിരി വെറുപ്പാണ്. ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഒരു കൊച്ചൻ വന്നിട്ട് പറഞ്ഞ് ഏതോ ഒരു ഗേ അവന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞതും ഇവൻ എന്താ ചെയ്തെന്നറിയോ, നേരെ അവിടെ ചെന്ന് അവരെ അടിച്ച് ശരിയാക്കിയെന്ന് പറയും. ഇത്രത്തോളം അവൻ ഗേകളെ വെറുക്കുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല, ഞാനിട്ട് ചോദിച്ചിട്ടുള്ള അവൻ എന്നോട് കാരണം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കും, നീ അവനെ തെറ്റിദ്ധരിക്കില്ല. നീ വിചാരിക്കുന്ന പോലെ അവനത്ര മോശമായിട്ടുള്ള ചെറുക്കനൊന്നും അല്ല, നീ അവനെ കുറിച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താനൊന്നും മിണ്ടത്തില്ല. താനിങ്ങനെ മിണ്ടായിരിക്കുന്നത് കണ്ടാണ് ടെക്നോണയ്ക്ക് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ, നീ പ്ലീസ് ഈ റൂമിൽ നീ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താൻ പറയും ഞാൻ ഈ മുറിയിൽ നിന്ന് പോത്തുന്നില്ല, കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കാരണം കൊണ്ട് ഞാൻ ഈ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഗേ ആയിട്ടിരിക്കുന്നത് ഞാൻ തന്നെ വലിയ ഷെയിമായിട്ട് തോന്നുന്നുണ്ട് എന്നൊരു ഫീൽ എനിക്ക് വരും, അതുകൊണ്ട് ഞാൻ പോത്തില്ല എന്ന് പറയും. ടെക്നോനെ പറയും ഓ ശരി നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പിനെ ആണെങ്കിൽ താന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. ഇത് കണ്ടതുകൊണ്ട് താൻ പറയും അവനെ വിളിക്കണ്ട, അവൻ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറയും. ടൈപ്പിനെ ആണെങ്കിൽ ഒറ്റയ്ക്ക് താന്റെ ബെഡിൽ കിടത്തിയിട്ട് പോകാൻ ടെക്നോക്ക് പേടിയുണ്ട്. അവനാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ടതും നമ്മുടെ താന് കാര്യം വീട്ടും. താനോടെ ചിരിച്ചിട്ട് പറയും നീ പേടിക്കൊന്നും വേണ്ട, നീ വിചാരിക്കുന്ന പോലെ ഞാനൊന്നും ചെയ്തൊന്നുമില്ല, സമയം ഒരുപാടാകുന്നു, നീ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്നോനെ പറഞ്ഞു വിടും. ടൈപ്പാണെങ്കിൽ ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. രാത്രിയാകുമ്പോ താൻ എഴുന്നേറ്റ് നേരെ ടൈപ്പിന്റെ അടുത്ത് വന്നിരിക്കും. അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കോതി കൊടുത്തിട്ട് പറയും ടൈപ്പ് നീ എന്നെ എന്തുമാത്രം അട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാവോ, പക്ഷെ എന്ത് ചെയ്യാനാ നിനക്ക് എന്നെ ഭയങ്കര വെറുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കവിളി കൈ വെച്ചിട്ട് ക്ലോസ് ആയി വന്നിട്ട് പറയും ഓർമ്മ വെച്ചു ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നോരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിനക്കാണ് എന്ത് രസം അറിയാം, കുഞ്ഞു പിള്ളേരെ പോലെ ക്യൂട്ട് ആയിട്ടുണ്ട്, അതേപോലെ നീ ദേഷ്യപ്പെടുമ്പോഴോ ഭ്രാന്തന്മാരെ പോലെ അലറുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പിന്റെ ചുണ്ടിലെല്ലാം പതുക്കെ തള്ളവരലുകൊണ്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നെ താനേ അങ്ങനെ തന്നെ നേരെ ചെന്ന് ടൈപ്പിന്റെ കഴുത്തിലെല്ലാം കിസ് ചെയ്ത് പതുക്കെ താഴോട്ട് വന്ന സംഭവം അങ്ങ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ടൈപ്പിന്റെ ആണെങ്കിൽ ഉറക്കം കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് അവനാണെങ്കിൽ താനെ മുറുക്കി അങ്ങ് പിടിക്കും. പാവമുണ്ട് ചെറുക്കൻ അറിയുന്നില്ലല്ലോ എന്ത് സംഭവിക്കുന്നതെന്ന്, ബോധമെല്ലാം അടക്കമല്ലേ. എന്നിട്ട് നേരെ നമ്മുടെ ടൈപ്പിന്റെ ലിപ്പിൽ കിസ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ സത്യമായിട്ട് ഞാൻ പ്രതീക്ഷയിലോട്ടോ ഇങ്ങനെ ഒരു സീൻ. ഒരു തിരുത്തുണ്ട്, അതായത് കുറച്ചു മുമ്പത്തെ ഒരു ഷോട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു താൻ അറിയാതെ ടൈപ്പിനെ കിസ് ചെയ്ത, അതായത് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് കിസ് ചെയ്താ ഇനി ഞാനത് പറയത്തില്ല, എനിക്ക് തോന്നുന്നു ഇവൻ മനസ്സിൽ എന്തോ വെച്ചിട്ട് കിസ് ചെയ്താ, കിട്ടിയ ചാൻസ് കിസ് ചെയ്ത് വിട്ടേക്കാന്നോർത്ത് ചെയ്താന്ന് തോന്നുന്നു. അവരെ ഞാനാണ് തെറ്റിദ്ധരിച്ചത് ദേഷ്യത്തിന്റെ പുറത്താട്ടെന്ന്. ഇവന്റെ ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, നാളെ ഇനി ടൈപ്പ് എഴുന്നേക്കുമ്പോ എന്താവും എന്തോ, ടൈപ്പ് ഒന്നാതെ കലിപ്പ, ഇനി ഇതും കൂടെ അറിയുമ്പോ എന്താവും എന്തോ. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇവിടെ തീരാണ്. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നും കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.